എൻ്റെ വീട്ടിൽ 3 മക്കളാണ് ഞങ്ങൾ, ഞാൻ ഇളയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ 34 വയസ്സുണ്ട് കേട്ടോ, 34 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു 2-3 വയസ്സ് 3-4 വയസ്സിൽ ഞാൻ എന്തോരം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ 1.5 ഇഞ്ചിൽ പൂട്ടൂറ്റി മാറ്റ ഒരു സാധനം, മനസ്സിലായില്ലേ, ഒരു ഇറച്ചി കഷ്ണം ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് പോകുന്നതിനൊരു രീതിയുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്, 2 ചേച്ചിമാരാണ്. എൻ്റെ ചേച്ചിമാർ എന്നേക്കാൾ പ്രായത്തിൽ അല്പം മുതിർന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും റെഡിയായി കഴിയുമ്പോൾ അമ്മച്ചി എന്നെ ഏറ്റവും അവസാനം എൻ്റെ അമ്മ എന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അമ്മച്ചി കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അമ്മ എന്ത് ചെയ്യും, അമ്മ ഇങ്ങനെ എടുത്തിട്ട് അമ്മ കട്ടിലിൻ്റെ മീതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. കട്ടിലിൻ്റെ മീതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അമ്മച്ചി എന്നാ ചെയ്യുന്നു വെച്ചാൽ അമ്മച്ചിയുടെ അലമാരി പോയി തുറക്കും. പുള്ളിക്കാരത്തിനെ പണ്ട് ഗോതിരത്തു നിന്ന് കെട്ടിച്ചു വിട്ടപ്പോൾ ഒരു മരത്തിൻ്റെ അലമാരി കൊടുത്തു വിട്ടിട്ടുണ്ട്. നമുക്കാണ് ഇത് അലമാരി, പുള്ളിക്കാരത്തേക്ക് ഇത് റിസർവ് ബാങ്കാണ്. പ്രിയപ്പെട്ടവരെ, പുള്ളിക്കാരത്തി അതിസൂക്ഷ്മമായിട്ട് ഈ അലമാരി ഇങ്ങനെ മെല്ലെ തുറക്കും. മെല്ലെ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ നടുവിലൊരു വലിപ്പുണ്ട്. വലിപ്പ് ഇങ്ങനെ മെല്ലെ വലിപ്പിങ്ങനെ കട്ടക്കട്ടാന്നുള്ള ശബ്ദത്തോടുകൂടെയാണ് ഈ വലിപ്പിങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഗോദ്രേജിൻ്റെ അലമാരിയുടെ വലിപ്പ് തന്നെ പോലെ മരത്തിൻ്റെ അലമാരിയുടെ വലിപ്പ് പുറത്തോട്ട് വരില്ല. അത് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ വരിക. അമ്മച്ചി അതിങ്ങനെ വെല്ലെ നിർക്കും. അതിനകത്ത് 100,000 സാധനങ്ങളുണ്ട്. അമ്മച്ചി അതിനകത്തൊരു ഗവേഷണം നടത്തി കഴിയുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ഡപ്പി ഇങ്ങനെ പൊല്ലെ പുറത്തേക്ക് എടുക്കും. ഡപ്പി ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ചുവന്ന കടലാസ് ഉണ്ട്. ആ ചുവന്ന കടലാസ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അമ്മ ഇങ്ങനെ ഓപ്പൺ ചെയ്യും, തുറക്കും. എന്നിട്ട് അതിനകത്ത് ഇത്രയുള്ളൊരു മോതിരം എടുക്കും അമ്മ. എന്നിട്ട് ആ മോതിരം എടുത്തിട്ട് എൻ്റെ കയ്യും ഇങ്ങനെ ഇട്ട് തരും. അമ്മ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് അമ്മ അതുപോലെ തന്നെ എടുത്ത് നിലത്ത് വെക്കും. എന്നിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകും. കല്യാണത്തിന് പോയിട്ട് പിന്നെ ലോകത്തെല്ലായിടത്തും കല്യാണത്തിന് പോകണ പോലെ തന്നെ എന്താണ്, അവിടെ പോയി ബിരിയാണിയൊക്കെ തിന്ന് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് ഞങ്ങൾ വൈകുന്നേരം ആഘോഷമായിട്ട് തിരിച്ചു വരുമ്പോഴും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്നാ ചെയ്യും, അമ്മ എന്നെ അതുപോലെ എന്നെ എടുത്ത് കട്ടിലും വെക്കും. കയ്യിൽ നിന്ന് ഈ മോതിരം ഇങ്ങോട്ട് ഊരി മേടിക്കും. ചുവന്ന ഗ്ലാസ് കളഞ്ഞിട്ടൊന്നുള്ള ഭയങ്കരമാണ്. അതോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചിയെ ആ മോതിരം എടുത്ത് ചുവന്ന ഗ്ലാസ്സിൽ നിന്ന് പൊതിഞ്ഞ മോതിരം ഡപ്പിയിലേക്ക് പോകും. ഡപ്പി വലിപ്പിലേക്ക് പോകും. വലിപ്പടയും അലമാരി അടയും. ഇനി മോതിരം പുറത്തിറങ്ങണമെങ്കിൽ അടുത്ത കല്യാണം വരണം. ഇനി മോതിരം പുറത്തിറങ്ങണമെങ്കിൽ അടുത്ത കല്യാണം വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരണം, അതിന് എന്നെ കൊണ്ടുപോകാൻ തീരുമാനം ഉണ്ടാവണം. ഇത്രയും കാര്യത്തിൽ നടപടി ഉണ്ടായാലേ മോതിരം പുറത്തു. വലിയ പള്ളികളിലെ രൂപമൊക്കെ ഇല്ലേ, വിശേഷ അവസരങ്ങളിൽ മാത്രം ഉറക്കാറുള്ളൂ. അതുപോലെയാണ് യേശുവിലേറെ സ്നേഹമുള്ള ദൈവമക്കളെ, നിന്റെ വിശ്വാസം ഒരാഭരണത്തിന്റെ പേരല്ലട്ടോ. നിന്റെ വിശ്വാസം നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തണിയാനുള്ള ഒരു ആഭരണമല്ല, മറിച്ച് നിന്റെ എല്ലാ ജീവിതാനുഭവങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഏത് ജീവിതാനുഭവത്തിൻ്റെയും മധ്യേ നീ പ്രഘോഷിക്കേണ്ട ഒരു ബോധ്യമാണ് നിന്റെ കർത്താവിലുള്ള നിന്റെ വിശ്വാസം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, നിന്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളുടെ കുരിശനുഭവങ്ങളുടെ മധ്യേ നിനക്ക് പറയാൻ പറ്റണം, എൻ്റെ കർത്താവേ അങ്ങൻ്റെ രക്ഷകനും നാഥനും മിശിഹായും ദൈവവുമാണെന്ന്. അവിടെയാണ് നമ്മുടെ മാറ്ററിയുക. പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമത്തിലെ സഹനാനുഭവങ്ങളുടെ രാജകുമാരനാണ് ജോബ്. ജോബിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ പ്രത്യേകത, കുരിശുകളുടെ പ്രത്യേകത എന്താ? പ്രിയപ്പെട്ടവരെ, ജോബിന്റെ കഥയിലെ പ്രത്യേകത, ജോബിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അയാൾക്ക് വേണമെങ്കിൽ കരുതാമായിരുന്ന ഒരു ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ്. കാരണം ജോബ് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ജോബിന് തിരുവചനം ജോബിന്റെ പുസ്തകം ആരംഭിക്കും ആദ്യത്തെ വാചകങ്ങളിൽ ഒന്നതാണ്, പൗരസ്ത്യ ദേശത്ത് ജോബിനേക്കാൾ സമ്പന്നനായ മറ്റാരും ഉണ്ടായിരുന്നില്ല. പൗരസ്ത്യ ദേശത്ത് ജോബിനേക്കാൾ ധനാഢ്യനായ വേറൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ജോബിനുള്ളത്ര ആടുമാടുകള്, ജോബിനുള്ളത്ര ദാസീദാസന്മാര്, ജോബിനുള്ളത്ര സമൃദ്ധികൾ, വയലേലകള്, ധാന്യപ്പുരകള് അയാൾക്ക് മാത്രമുള്ളൂ. അയാൾ അത്രമേൽ ധനാഢ്യനായ ഒരാളാണ്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ആ നാട്ടിൽ അംബാനിയാണ് ജോബ്. ആണെങ്കിൽ ഒരു സഹനവും തന്നെ തൊട്ട് തീണ്ടില്ലെന്ന്, തനിക്ക് എല്ലാത്തിൻ്റെയും നിറവുണ്ടെന്ന്, ഒരു കുഴപ്പവും തന്നെ ബാധിക്കില്ലെന്ന് വേണമെങ്കിൽ കരുതാവുന്ന എല്ലാ സമൃദ്ധികളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ജോബിന്റെ ജീവിതത്തിന്റെ മീതെ ആദ്യത്തെ അടി വീണു. ജോബ് പിന്നെ തേടി വാർത്തകൾ, സഹനാനുഭവങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഇതാ ജോബിന്റെ ദാസന്മാർ, ജോബിന്റെ ആടുമാടുകൾ ചത്തുവീണു, വിവരം പറയാൻ ദാസൻ മാത്രം ബാക്കി. ജോബിന്റെ മക്കൾ മരിച്ചു, വാർത്ത ഇതാ അവന്റെ അടുത്തേക്ക് എത്തുകയാണ്.
വലിയ സംഘർഷഭരിതമായ ജീവിതാനുഭവം. ഭാര്യ അയാളെ തള്ളിപ്പറയുകയാണ്, അയാളുടെ സുഹൃത്തുക്കൾ അയാളെ വിചാരണ ചെയ്യുകയാണ്. എല്ലാ സഹനാനുഭവങ്ങളുടെയും പരിത്യക്തകളുടെയും നടുവിലൂടെ ജോബ് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ സഹനത്തിന്റെ രാജകുമാരൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴും ജോബ് കർത്താവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല.